ഇനി നമുക്ക് ലെബക് മെഷർ ഡിഫൈൻ ചെയ്യാം. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ദി റെസ്ട്രിക്ഷൻ ഓഫ് ദി സെറ്റ് ഫംഗ്ഷൻ ഔട്ടർ മെഷർ ടു ദി ക്ലാസ് ഓഫ് മെഷറബിൾ സെറ്റ്സ് ഈസ് കോൾഡ് ലെബക് മെഷർ. അതായത് നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിരുന്ന ഔട്ടർ മെഷറിൻ്റെ ഓൾ മെഷറബിൾ സെറ്റുകളുടെ കളക്ഷനിലേക്കുള്ള റെസ്ട്രിക്ഷനാണ് ലെബക് മെഷർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എം എന്നാണ്. സോ ഈ ഒരു മെഷറബിൾ സെറ്റ് ആണെങ്കിൽ ഈയുടെ ലെബക് മെഷർ എം ഓഫ് ഇ, ഈയുടെ ഔട്ടർ മെഷർ തന്നെയാണ്. ദാറ്റ് ഈസ് എം ഓഫ് ഇ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഇ. ഇനി നമുക്ക് ലെബക് മെഷർ കൗണ്ടബിളി അഡിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. പ്രൊപ്പോസിഷൻ 13, ലെബക് മെഷർ ഈസ് കൗണ്ടബിളി അഡിറ്റീവ്. ദാറ്റ് ഈസ് ഇഫ് കളക്ഷൻ ഇ കെ ഈക്വൽ ടു 1 to infinity is a countable disjoint collection of measurable sets, then its union over k equal to 1 to infinity ek also is measurable, and m of union over k equal to 1 to infinity ek equal to summation over k equal to 1 to infinity m of ek. കൗണ്ടബിൾ യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് മെഷറബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൊപ്പോസിഷൻ 7-ൽ പ്രൂവ് ചെയ്തിരുന്നു. സോ യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ek മെഷറബിൾ ആണ്. ഔട്ടർ മെഷറിൻ്റെ മെഷറബിൾ സെറ്റുകളുടെ കളക്ഷനിലേക്കുള്ള റെസ്ട്രിക്ഷനാണ് ലെബക് മെഷർ എന്നുള്ളതുകൊണ്ട് ഔട്ടർ മെഷറിനെ ഹോൾഡ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ലെബക് മെഷറിനും ഹോൾഡ് ചെയ്യും. ഔട്ടർ മെഷർ കൗണ്ടബിളി സബ്ഡിറ്റീവ് ആണെന്ന് നമുക്കറിയാം. സോ ലെബക് മെഷറും എന്തായാലും കൗണ്ടബിളി സബ്ഡിറ്റീവ് ആയിരിക്കും. Therefore m of union over k equal to 1 to infinity ek less than or equal to summation over k equal to 1 to infinity m of ek. സോ നമുക്ക് സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity എം ഓഫ് ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെ എന്നുകൂടി പ്രൂവ് ചെയ്താൽ മതി. ഫോർ ഈച്ച് എൻ കളക്ഷൻ ഇ കെ ഈക്വൽ ടു 1 to n മെഷറബിൾ സെറ്റുകളുടെ ഒരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ആയതുകൊണ്ട് പ്രൊപ്പോസിഷൻ 6 അപ്ലൈ ചെയ്യുമ്പോൾ എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് ഇ കെ എന്ന് കിട്ടും. സോ എം ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n എം ഓഫ് ഇ കെ. കാരണം ഇ കെകളെല്ലാം മെഷറബിൾ ആണ്. യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഇ കെ യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്താൽ എം ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഇ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെ. That is m of union over k equal to 1 to infinity ek greater than or equal to summation over k equal to 1 to n m of ek. This is true for every natural number n. സോ മുകളിൽ പറഞ്ഞ ഇനീക്വാലിറ്റിയുടെ എൽ എച്ച് എസ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എം ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity എം ഓഫ് ഇ കെ. ദെൻ ഇനീക്വാലിറ്റീസ് 1 and 2 കമ്പൈൻ ചെയ്താൽ എം ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity എം ഓഫ് ഇ കെ എന്ന് കിട്ടും. സോ ലെബക് മെഷർ കൗണ്ടബിളി അഡിറ്റീവ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 14, ദി സെറ്റ് ഫംഗ്ഷൻ ലെബക് മെഷർ ഡിഫൈൻഡ് ഓൺ ദി സിഗ്മ ആൾജിബ്ര ഓഫ് ലെബക് മെഷറബിൾ സെറ്റ്സ് അസൈൻ ലെങ്ത് ടു എനി ഇൻ്റർവെൽ ഈസ് ട്രാൻസ്ലേഷൻ ഇൻവാരിയൻറ്റ് ആൻഡ് ഈസ് കൗണ്ടബിളി അഡിറ്റീവ്. ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെബക് മെഷർ അതിൻ്റെ ലെങ്ത് തന്നെയാണെന്നും ലെബക് മെഷർ ട്രാൻസ്ലേഷൻ ഇൻവാരിയൻ്റ് ആണെന്നും കൗണ്ടബിളി അഡിറ്റീവ് ആണെന്നുമാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഒരു സെറ്റ് ഈ മെഷറബിൾ ആണെങ്കിൽ ആ സെറ്റിൻ്റെ ഔട്ടർ മെഷർ തന്നെയാണ് അതിൻ്റെ ലെബക് മെഷർ എന്ന് നമുക്കറിയാം. എല്ലാ ഇൻ്റർവെല്ലുകളും മെഷറബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഔട്ടർ മെഷർ അതിൻ്റെ ലെങ്ത് തന്നെയാണ്. സോ എല്ലാ ഇൻ്റർവെല്ലുകളുടെയും ലെബക് മെഷറും അവയുടെ ലെങ്ത് തന്നെയാണ്. ദെൻ ഔട്ടർ മെഷർ ട്രാൻസ്ലേഷൻ ഇൻവാരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ റെസ്ട്രിക്ഷനായ ലെബക് മെഷറും ട്രാൻസ്ലേഷൻ ഇൻവാരിയൻ്റ് ആണ്. ലെബക് മെഷർ കൗണ്ടബിളി അഡിറ്റീവ് ആണെന്ന് പ്രീവിയസ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയുമാണ് ഈ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെബക് മെഷർ കൗണ്ടബിളി അഡിറ്റീവ് ആയതുകൊണ്ട് ഫൈനൈറ്റ്ലി അഡിറ്റീവുമായിരിക്കും. അതായത് കളക്ഷൻ ഇ കെ ഈക്വൽ ടു 1 to n മെഷറബിൾ സെറ്റുകളുടെ ഒരു ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ആണെങ്കിൽ മെഷർ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to n മെഷർ ഓഫ് ഇ കെ ആയിരിക്കും. രണ്ട് സെറ്റുകളുടെ കേസിലേക്ക് വരുമ്പോൾ എയും ബിയും ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റുകളാണെങ്കിൽ മെഷർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു മെഷർ ഓഫ് എ പ്ലസ് മെഷർ ഓഫ് ബി ആയിരിക്കും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ഇഫ് E1 and E2 ആർ മെഷറബിൾ
then measure of E1 union E2 plus measure of E1 intersection E2 equal to measure of E1 plus measure of E2. E1ഉം E2ഉം രണ്ട് മെഷറബിൾ സെറ്റുകളാണെങ്കിൽ E1ൻ്റെയും E2ൻ്റെയും ലബക് മെഷറിൻ്റെ സമ്മ് മെഷർ ഓഫ് E1 യൂണിയൻ E2 പ്ലസ് മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 ആണെന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. E1നോ E2നോ ഇൻഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ ഈ റിസൾട്ട് ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യും. സോ E1നും E2നും ഫൈനൈറ്റ് മെഷർ ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്കറിയാം E1 യൂണിയൻ E2 എന്നുള്ള സെറ്റ് E1 മൈനസ് E2ൻ്റെയും E2ൻ്റെയും ഡിസ്ജോയിൻ്റ് യൂണിയൻ ആണെന്ന്. ദാറ്റ് ഈസ് E1 യൂണിയൻ E2 ഈക്വൽ ടു E1 മൈനസ് E2 യൂണിയൻ E2 ആൻഡ് E1 മൈനസ് E2 ഇൻ്റർസെക്ഷൻ E2 ഈസ് എൻ എംപ്റ്റി സെറ്റ്. E1 മൈനസ് E2 ഈക്വൽ ടു E1 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻ്റ് ആണ്. E2 മെഷറബിൾ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് E2 കോംപ്ലിമെൻറ്റും മെഷറബിൾ ആണ്. രണ്ട് മെഷറബിൾ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ മെഷറബിൾ ആയതുകൊണ്ട് E1 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ് അതായത് E1 മൈനസ് E2 മെഷറബിൾ ആണ്. സോ E1 യൂണിയൻ E2വിനെ രണ്ട് ഡിസ്ജോയിൻ്റ് മെഷറബിൾ സെറ്റുകളുടെ യൂണിയനായിട്ട് എഴുതുവാൻ സാധിക്കും. ദെൻ മെഷർ ഓഫ് E1 യൂണിയൻ E2 ഈക്വൽ ടു മെഷർ ഓഫ് E1 മൈനസ് E2 യൂണിയൻ E2. E1 മൈനസ് E2ഉം E2ഉം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് E1 മൈനസ് E2 പ്ലസ് മെഷർ ഓഫ് E2. നമുക്കറിയാം E1 മൈനസ് E2ഉം E1 മൈനസ് E1 ഇൻ്റർസെക്ഷൻ E2ഉം സെയിം ആണെന്ന്. E1 ഇൻ്റർസെക്ഷൻ E2 മെഷറബിൾ ആണ്, അതുപോലെ അത് E1ൻ്റെ ഒരു സബ്സെറ്റാണ്. E1ന് ഫൈനൈറ്റ് മെഷർ ആയതുകൊണ്ട് E1 ഇൻ്റർസെക്ഷൻ E2നും ഫൈനൈറ്റ് മെഷർ ആയിരിക്കും. സോ E1 ഇൻ്റർസെക്ഷൻ E2 E1ൻ്റെ ഫൈനൈറ്റ് ഔട്ടർ മെഷറുള്ള ഒരു സബ്സെറ്റാണ്. ദെൻ എക്സിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മെഷർ ഓഫ് E1 മൈനസ് E1 ഇൻ്റർസെക്ഷൻ E2 ഈക്വൽ ടു മെഷർ ഓഫ് E1 മൈനസ് മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് കിട്ടും. സോ മെഷർ ഓഫ് E1 മൈനസ് E2 ഈക്വൽ ടു മെഷർ ഓഫ് E1 മൈനസ് E1 ഇൻ്റർസെക്ഷൻ E2 ഈക്വൽ ടു മെഷർ ഓഫ് E1 മൈനസ് മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2. ഇത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മെഷർ ഓഫ് E1 യൂണിയൻ E2 ഈക്വൽ ടു മെഷർ ഓഫ് E1 മൈനസ് മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 പ്ലസ് മെഷർ ഓഫ് E2 എന്ന് കിട്ടും. Therefore measure of E1 union E2 plus measure of E1 intersection E2 equal to measure of E1 plus measure of E2. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.